എത്രയോ കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ. ആ സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ, അവ നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ UDF തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യം എല്ലാം ചേർന്നൊരവസ്ഥയാണുള്ളത്. അതുണ്ടായി കഴിഞ്ഞാൽ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നമായി രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ ഒട്ടും തന്നെ ആദരിക്കാതെയും രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വിരുദ്ധമായ തരം വാക്കുകളെ പറയുകയും കേവലം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സംഗീതത്തിലേക്ക് അമരുകയും അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ഇന്ന് കൂടുതൽ അഭികാമ്യം ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വ്യവസ്ഥയാണ് എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്പഷ്ടമായി പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് വികസിച്ച് വന്നിട്ടുള്ളത് സമരങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്, പ്രക്ഷോഭങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. നമുക്ക് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. കമ്മ്യൂണിസം, പ്രത്യേകിച്ച് മാർക്സിസം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താധാരകൾ ഒത്തൊരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ശക്തി പ്രാപിച്ചിട്ടുള്ളതൊക്കെയും സംഘർഷങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയാണ്.